ഹായ്, ഏവർക്കും നമസ്കാരം. ഞാൻ മനു കാക്കനാട്, GM പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും വന്നിട്ടുള്ളത് കോൺഫിഡൻറ്റിൻ്റെ ലിയോ 3 എന്ന് പറഞ്ഞ ഫ്ലാറ്റ് തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ ഒന്ന് രണ്ട് വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു 2 BHK ഫർണിഷ്ഡ് ആയിട്ടുള്ള സെയിലിന് വെച്ചിട്ടുള്ള ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളാണ്. നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത് കാക്കനാട് നിന്ന് വണ്ടർല റോഡിലായിട്ട് മനക്കൽ കടവിലായിട്ടാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത്. മനക്കൽ കടവ് മെയിൻ റോഡിനോട് ചേർന്നായിട്ടാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറി വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ പ്രോജക്റ്റ്. നമുക്കിനി നമ്മുടെ റിസപ്ഷനിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ ഈ ലിയോ 3യുടെ റിസപ്ഷൻ ഏരിയ വരുന്നത്. ഇത് ഇവിടുത്തെ ഒരു ലിവിങ് സ്പേസാണ്. ഉണ്ടോ, വളരെ മെയിൻറ്റൈൻഡ് ആണ് ഈ പ്രോപ്പർട്ടി, വളരെ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഈ കയറി വരുന്നിടത്ത് തന്നെയാണ് നമ്മുടെ ജിംനേഷ്യം, പിന്നെ ഗെയിം സോണൊക്കെ വരുന്നത്. നമുക്കിവിടെ ഒരു ഫ്ലോറിലായിട്ട് മൊത്തം 4 ലിഫ്റ്റുകളാണ് വരുന്നത്. ഇത് ഇവിടുത്തെ മൾട്ടി ജിമ്മാണ് വരുന്നത്. കണ്ടോ, ഇനി ഇതേ ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ചെറിയൊരു ഗെയിം സോൺ വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഇൻഡോർ ഗെയിം വരുന്നത്. ഇനി നമുക്കിവിടെ ഔട്ട് സൈഡിലായിട്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂളും ചിൽഡ്രൻസ് പ്ലേ ഏരിയയൊക്കെ പുറത്തുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാം. നമുക്കിവിടെ ഒരു ഫ്ലോറിലായിട്ട് മൊത്തം 6 ഫ്ലാറ്റുകളാണ് വരുന്നത്. ഇതാണ് നമ്മുടെ 2 BHK ഫ്ലാറ്റ് വരുന്നത്. ഇത് 6ാമത്തെ ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത്. ഇവിടെ മൊത്തം 16 ഫ്ലോറുകളാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ കയറി വരുന്ന ലിവിങ് സ്പേസ് വരുന്നത്. ഈ കാണുന്ന ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടല്ല ഇത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഓണർ എടുക്കുന്നതാണ്. പിന്നെ കുറച്ച് ലിസ്റ്റിംഗ് മാത്രമേ അതിനകത്ത് കാണുള്ളൂ. ഈ കാണുന്ന സോഫ സെറ്റ് കാണും. അങ്ങനെ 1-2 ഐറ്റംസ് ഇതിനകത്ത് ഉണ്ടാവും. ബാക്കിയൊക്കെ അവർ എടുത്തിട്ട് പോകുന്നതാണ്. ഇതാണ് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി എന്ന് പറയുന്നത്. നല്ലൊരു വ്യൂ ആണ് നമ്മുടെ ഈ ബാൽക്കണിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, അതുപോലെ നമ്മുടെ ലിവിങ് ഏരിയയോട് ചേർന്നാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിലാണെങ്കിലും ഒരു 3 സ്പേസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു വെളിച്ചം നമുക്ക് ഡൈനിങ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഈ കാണുന്ന ഫർണിച്ചർ ഉണ്ടാവുകയല്ല, ഈ ആൻറ്റിക് ഐറ്റംസ് ഒക്കെ ഇവർ എടുത്തിട്ട് പോകുന്നതാണ്. ഈ വുഡൻ സാധനങ്ങളൊക്കെ ഇവർ റിട്ടേൺ എടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഡൈനിങ്ങിൽ നിന്ന് നേരെ നമ്മുടെ കിച്ചണിലേക്ക് കയറാവുന്നതാണ്. വളരെ മനോഹരമായിട്ടൊരു കിച്ചണാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഇവർ എടുക്കുന്നതാണ്. ഇപ്പോൾ കാണുന്ന കബോർഡൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ കിച്ചനോട് ചേർന്ന് ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. ഒരു വർക്ക് ഏരിയ ആണ്. അവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇത് സെൻട്രലൈസ്ഡ് ഗ്യാസ് കണക്ഷനാണ് നമ്മുടെ ഈ ഫ്ലാറ്റിൽ വരുന്നത്. ഇവിടെ മൊത്തം നമുക്ക് 2 ബെഡ്റൂം, 2 അറ്റാച്ച്ഡാണ്. അതിൽ നമ്മുടെ ഡൈനിങ് ഏരിയയോട് ചേർന്നുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിലും 2 സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുള്ള നല്ല വെളിച്ചം കിട്ടുന്ന റൂമാണ്. കണ്ടില്ലേ, ഈ കാണുന്ന ഈ കട്ടിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനകത്ത് ബെഡ് അവരെടുക്കുന്നതാണ്. അതുപോലെ കബോർഡ് ഉണ്ടാകും. അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഇത് നമ്മുടെ ലിവിങ് ഏരിയയിലോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതിലെയും ഫർണിച്ചർ എടുക്കുന്നതാണ്. ആ കാണുന്ന കബോർഡ് മാത്രമേ നമുക്കിവിടെ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ ചെറിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ള ഫ്ലാറ്റിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ കാണാം. അതിനുശേഷം നമുക്ക് വിലയെക്കുറിച്ച് അറിയാം. ഇതാണ് നമ്മുടെ പുറത്തുള്ള അമ്യൂണിറ്റീസാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നമുക്കിവിടെ ഒരു സ്വിമ്മിംഗ് പൂള്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഒരു പാർട്ടി ഹാള് വരുന്നുണ്ട്. നമ്മുടെ കയറി വരുമ്പോൾ തന്നെ റോഡിന് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്.
സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ചിൽഡ്രൻസ് പ്ലേ ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൂളും ഈ ഏരിയയൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. എപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്റ്റാഫുകൾ ഉണ്ട് ഇവിടെ. അത് വളരെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. അതുപോലെ നമുക്കിവിടെ ഈ ഫ്ലാറ്റിലെ എല്ലാ ആവശ്യങ്ങൾക്കുള്ള വെള്ളം നമ്മുടെ ഇവിടെയുള്ള കിണറിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇതുവരെയുള്ള വേനൽക്കാലത്തൊന്നും നമ്മുടെ ഈ കിണറ്റിൽ വെള്ളം വറ്റിയിട്ടില്ല. അതുകൊണ്ട് ടാങ്കർ വെള്ളം അടിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇത് ഈ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്നാണ് നമ്മുടെ ഈ കിണർ വരുന്നത്. ഈ കാണുന്ന കിണറ്റിൽ നിന്നാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ ആവശ്യങ്ങൾക്കുള്ള വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഫ്ലാറ്റിൻ്റെ ചെറിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇവിടെയുള്ള ഒരു ചെറിയൊരു പാർട്ടി ഹാളുണ്ട് ഇപ്പോൾ ഫ്ലാറ്റിൽ തന്നെ. അത് നമുക്ക് കാണാം. അത് അകത്ത് കയറി കാണാൻ പറ്റിയിട്ടില്ല. അപ്പം പുറത്ത് നിന്നാണ് ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമുക്കിനി ഇതിൻ്റെ വിലയെക്കുറിച്ച് അറിയണം. ഈ ഫ്ലാറ്റിന് 2 BHK ഫ്ലാറ്റാണ്, സെമി ഫർണിച്ചറാണ്, 960 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. നമ്മുടേത് 6ാമത്തെ ഫ്ലോറിലായിട്ടാണ് നമ്മൾ ഫ്ലാറ്റ് വരുന്നത്. നമുക്കിവിടെ മൊത്തം 93 ഫ്ലാറ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഓണർ ഉദ്ദേശിക്കുന്നത് 55 ലക്ഷം രൂപ, സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനേക്കായി താഴെ കാണുന്ന നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു. Gentle and wind and rain. You're some kind of